ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ പ്ലഷർ വണ്ടി, പഴയ മോഡൽ ഹീറോ പ്ലഷറാണ്. ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനറൽ സർവീസിന് വേണ്ടിയിട്ട് കയറ്റിയതാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിലെ കാർബറേറ്റർ ക്ലീൻ ചെയ്യണ പറഞ്ഞിട്ടുണ്ട്. എയർ ഫിൽറ്റർ ചെക്കപ്പ്, ടാങ്ക് ക്ലീൻ ചെയ്യുക, പിന്നെ ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് യോക്ക് ചെക്കപ്പ്, അതിൻ്റെ ഓയിൽ ചെക്കപ്പ്, സ്പീഡോമീറ്റർ ചില സമയങ്ങളിൽ വർക്ക് ചെയ്തതാണ്. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ആയാലും ഫ്രണ്ട് സൈഡിൽ നിന്ന് നല്ല രീതിയിൽ തെറിപ്പ് കാണുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ കേസ് കംപ്ലയിൻറ്റ് പറഞ്ഞതുകൊണ്ട് അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ വർക്ക് ചെയ്യണേന് വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല. ഓൾറെഡി വർക്കിംഗ് ആണ് മീറ്ററിൻ്റെ ഭാഗത്ത് കാണണം കേട്ടോ. നമ്മളിവിടെ കുറച്ച് നിസ്സാര കിലോമീറ്ററാണ് ഓടിച്ചു നോക്കിയുള്ളൂ, നിസ്സാര ദൂരമാണ് ഓടിച്ചു നോക്കിയുള്ളൂ. പിന്നെ നമ്മളതിൻ്റെ ബാക്കി സർവീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ട് സർവീസിന് വേണ്ടി വണ്ടി കയറ്റിയിട്ടുണ്ട്. നമ്മൾ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ നമുക്ക് ഇതുമായി കിടക്കണ ഫിൽറ്റർ ഹീറോൻ്റെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്, കമ്പനി ഫിൽറ്റർ കിടക്കണേ. ഒന്ന് എയർ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ, വലിയ പഴക്കമായിട്ടില്ല. പിന്നെ അതുപോലെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്, കാരണം അത് ഓൾറെഡി ജനറൽ സർവീസിലുള്ളതാണ്. അപ്പോൾ ജനറൽ സർവീസിൽ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബെൽറ്റ്, അതിൻ്റെ ക്ലച്ചിനകത്ത് വരുന്ന വീലുകൾ, ഇതൊക്കെ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗം കൂടി ചെക്ക് ചെയ്ത് അതിനകത്ത് ജനറൽ സർവീസിൽ ഉൾപ്പെടുത്തി ചെയ്തു പോകണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വേറെ പറയത്തക്ക ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ക്ലച്ചിൻ്റെ ഭാഗത്തില്ല. അത്യാവശ്യം ബെൽറ്റൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടി നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിലുണ്ട്, കാരണം അത് എയർ അടിച്ചൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നല്ല രീതിയിൽ പൊടിയുടെ പ്രസൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടാം. ക്ലച്ച് യൂണിറ്റ്, ക്ലച്ച് വെയിറ്റ് അടക്കം വരുന്ന യൂണിറ്റാണത്. അതിനകത്ത് നോക്കുമ്പോൾ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടാം. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണത്. അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് തേയ്മാനം ഉണ്ട്, പക്ഷെ എന്നാൽ പോലും നമുക്ക് കുറേ കൂടിയൊക്കെ ഉപയോഗിക്കാനുണ്ട്. കാരണം ഈ റോളറിൻ്റെ ഭാഗം നോക്കുമ്പോൾ അറിയാം, ചില ഭാഗങ്ങൾ കൂടുതലായിട്ട് തേയ്മാനം വന്നിട്ടുണ്ട്, സ്റ്റെപ്പ് പോലെ തേഞ്ഞാനുണ്ട്. അതെല്ലാ റോളറുമേ ഉണ്ട്, പക്ഷെ അത് നമുക്കൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, പരമാവധി ഉപയോഗിക്കാം. നമുക്ക് ഓരോ സർവീസിലും ശരിക്കും ഇത് ജനറലായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ജനറൽ സർവീസായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെക്ക് ചെയ്തു. അപ്പോൾ കംപ്ലയിൻറ്റ്സ് കാണിക്കുകയാണെങ്കിൽ ആ ചെറിയ ചെറിയ പാർട്സുകൾ നമ്മൾ വലിയ ചിലവില്ലാത്ത രീതിയിലാണ് കൈയോടെ മാറ്റിക്കളയാം. അപ്പോൾ ആ ഭാഗം നമുക്ക് അങ്ങനെ ക്ലിയർ ചെയ്ത് കൊണ്ടുനടക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു. ബെൽറ്റും ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത്, വേറെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല, പുതിയ ബെൽറ്റാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, പൊടിയൊക്കെ കളഞ്ഞൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക. അതാണ് ക്ലച്ചിനകത്തുള്ളത് കേട്ടോ. പിന്നെ നമുക്കതിൻ്റെ കാർബറേറ്ററിൻ്റെ ക്ലീനിങ്ങിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാർബറേറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാഴ്ചയുണ്ട്. ടാങ്കും കാർബറേറ്ററും ക്ലീൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ടാങ്കിനകത്ത് നോക്കുമ്പോൾ ടാങ്കിനകത്ത് കാര്യമായിട്ടുള്ള അഴുക്കിൻ്റേതായിട്ടുള്ള പ്രശ്നം തോന്നുന്നില്ല, എന്നാലും ക്ലീൻ ചെയ്യാൻ പറഞ്ഞേക്കണത് കൊണ്ട് നമ്മൾ അതും കൂടി അഴിച്ച് കൂട്ടത്തിൽ ക്ലീൻ ചെയ്യണുണ്ട്. പിന്നെ അത് കൂടാതെ കൊണ്ടുള്ളൊരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ, ശരിക്കും സ്കൂട്ടർ മോഡൽ വണ്ടിയുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് പെട്രോൾ സപ്ലൈ കാർബറേറ്ററിലേക്ക് വരാൻ പാടുള്ളൂ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ ഓപ്പൺ ആക്കും, വെറുതെ വെച്ചാൽ പോലും പെട്രോൾ ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഓവർഫ്ലോ വരികയോ പെട്രോൾ പൈപ്പ് പൊട്ടുകയോ ചെയ്താൽ ടാങ്കിലുള്ള പെട്രോൾ ഫുള്ള് ലീക്കായിട്ട് പോകും. അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് പെട്രോൾ ടാപ്പ് ഒന്ന് കൈയോടെ ചേഞ്ച് ചെയ്തിടേണ്ടതാണ്. ഈ ഇരിക്കണതാണ് പെട്രോൾ ടാപ്പ് തന്നെ കേട്ടോ. അത് നമ്മൾ എസ്റ്റിമേറ്റർ ഉൾപ്പെടുത്താം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയിട്ട് നമ്മൾ ചെയ്യുള്ളൂ. നമ്മൾ കാണുന്ന കംപ്ലയിൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നുള്ളൂ കേട്ടോ. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഡാമേജുള്ള പാർട്സുകളുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലയിൻറ്റ്സ്, അതുകൊണ്ട് വരുന്ന ദോഷം, അതിൻ്റെ എത്ര ചിലവ് വരും, അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെയുള്ളത് നമുക്ക് കാർബറേറ്റർ ക്ലീൻ ചെയ്യാനായിട്ടാണ് അയച്ചാണ്. കാർബറേറ്റർ ക്ലീനിങ്ങിന് വേണ്ടി അയക്കുമ്പോൾ നമുക്ക് ഈ സ്ലോജറ്റൊക്കെ അത്യാവശ്യം ബ്ലോക്ക് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. മറുപടി ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി പുതിയ സ്ലോജറ്റ് ഇടേണ്ടതായിട്ട് വരും. ഏകദേശം ഒരു 70 രൂപ 80 രൂപ നമുക്ക് ചിലവ് വരുള്ളൂ കേട്ടോ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ ചെയ്തു പോവാം. പിന്നെ നമുക്കത് ക്ലീനർ ഉപയോഗിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട്, കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ആ ഹോളുകളുടെ ഉള്ളിൽ കാർബൺ ഉണ്ടാവും. അത് നമുക്ക് ക്ലീനർ ഉപയോഗിക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് ക്ലീനായിട്ട് പോരുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഭാഗം നമുക്ക് ആ രീതിയിൽ ക്ലിയർ ചെയ്തിടാം. ഇത് പിന്നെ പെട്രോളിൻ്റെ ഇപ്പോഴത്തെ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റിൻ്റെ പ്രോബ്ലംസ് ഈ വണ്ടിക്ക് ഉണ്ട്. കാരണം ഈ ഫ്ലോട്ട് കൃത്യമായിട്ട് അടയാത്തൊരു കണ്ടീഷനൊക്കെ വരും ഇതിന്. അങ്ങനെ വരുമ്പോഴേക്കാണ് സാധാരണ രീതിയിൽ ഓവർഫ്ലോ വരാറ്. ആ റിസ്ക് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ ഈ കാർബറേറ്ററിൻ്റെ ഭാഗത്തും ഉണ്ട്. കാരണം ഇവിടെയൊക്കെ അത്യാവശ്യം പൊടി പിടിച്ചേക്കണ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്, അതായത് വെള്ളപ്പൊടി പോലെ ഇരിക്കുക. അപ്പോൾ അത് കെമിക്കൽ റിയാക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കംപ്ലയിൻ്റാണ്. തൽക്കാലം നമുക്ക് അതൊക്കെ ക്ലീൻ ചെയ്ത് കയറ്റാം. അതിനകത്ത് സ്ലോജറ്റ് ക്ലീൻ ചെയ്തിട്ട് കറക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം. പിന്നെ ബെൻഡെക്സിൻ്റെ ഭാഗമാണത്. ബെൻഡെക്സ് നമ്മളൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്, വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. പിന്നെയുള്ളത് എഞ്ചിൻ ഹെഡിൻ്റെ ഈ ഭാഗത്ത് ഓയിൽ പിടിച്ചിരിക്കുന്നുണ്ട്, പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നത്. അതാണ് ഗ്യാസ്കറ്റ് ലീക്കായിട്ട് അതിൻ്റെ ഉള്ളിൽ ഓയിൽ വന്നാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അത് കൂട്ടത്തിൽ കൂടെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് പണിയും നല്ലതാണ്. അതല്ല, ക്ലീൻ ചെയ്തതിന് ശേഷം ഗ്യാസ്കറ്റ് മാറ്റിയിട്ട് പണിയും നല്ലതാണ്.
ഇത് വാട്ടർ സർവീസ് വേണ്ടാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ട് വെട്ടിയിട്ടേക്കാണ് വേണ്ടാന്ന് പറഞ്ഞാൽ. പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലോ ഫുള്ള് ചെളി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നല്ല ഡക്കിൽ ചെളി ഇരിക്കുന്നുണ്ട്. ഈ രീതി തന്നെ ഒന്ന് ഓപ്പൺ വാഷിംഗ് ആയിട്ടൊക്കെ ഒന്ന് ചെയ്താൽ നല്ലതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞു എന്നുള്ളൂ. അത്രയ്ക്കും ചെളി അതിൻ്റെ ഉള്ളിലുണ്ട്, നമ്മൾ പുറമേ നിന്ന് നമുക്ക് കാണാൻ പറ്റില്ല ഉള്ളിലത്തെ അവസ്ഥ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കിത് ഇരിക്കുന്ന ബാറ്ററിയൊക്കെ പുതിയ ബാറ്ററിയാണ്, 2025 ബാറ്ററിയാണ് ഇതും ഇരിക്കുന്ന ബാറ്ററി. പിന്നെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് നല്ല തെറിപ്പുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് നമ്മൾ ഫ്രണ്ട് ഷോക്ക് കംപ്ലൈൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഈ 2 ഷോക്ക് അബ്സറും പുതിയ ഷോക്ക് അബ്സറാണ്. എന്താ പറ്റിയണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷോക്ക് അബ്സർ യൂസ് ചെയ്തത് രണ്ടും റൈറ്റ് സൈഡിലെ ഷോക്ക് അബ്സർ തന്നെയാണ് ലെഫ്റ്റിൽ വിട്ടേക്കാം. ഈ 2 ഷോക്ക് അബ്സർ ഒരേ ഷോക്ക് അബ്സറാണ്, റൈറ്റ് സൈഡിലെ ഷോക്ക് അബ്സറാണ് ഈ 2 കേട്ടോ. അങ്ങനെ വരുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജസ്റ്റ് നിങ്ങളൊരു ഗട്ടറി ചാടി കഴിഞ്ഞിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വണ്ടി വെറുതെ തെറിക്കുള്ളൂ. കാരണം റൈറ്റ് സൈഡിലെ ഷോക്ക് അബ്സർ ഡമ്മി ഷോക്ക് അബ്സറാണ്, ഇത് ഫ്രീ ആയിട്ട് ആക്ഷനോടുകൂടി വർക്ക് ചെയ്യും. ലെഫ്റ്റ് സൈഡിൽ വന്ന ഷോക്ക് അബ്സറാണ് ഹൈഡ്രോളിക് ഷോക്ക് അബ്സർ. ഇതുമ്മ ഇട്ടേക്കണത് ഡമ്മി ആയതുകൊണ്ട് 2 സൈഡും ഒരേപോലത്തെ ഡമ്മി ഷോക്ക് അബ്സർ എടുക്കുമ്പോൾ വണ്ടിക്ക് തെറിപ്പായിരിക്കും. അപ്പോൾ നല്ല രീതിയിലുള്ള തെറിപ്പ് കാണിക്കുന്നുണ്ട്. ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ കംപ്ലയിൻറ്റ് നമ്മുടെ ശ്രദ്ധയിൽ പെട്ട കാരണം ഞാനത് അഴിച്ചു നോക്കിയതാണ്. ഷോക്ക് അബ്സർ 2 പുതിയതാണ്, മാറ്റിയിട്ടിട്ട് ഒരുപാടായിട്ടില്ല. പക്ഷേ അത് ചൂസ് ചെയ്തേക്കുന്നത് മോശമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റിൽ തന്നെ ഇടണം, റൈറ്റിലിടാനേ പാടുള്ളൂ. ഇത് റൈറ്റിൽ തന്നെ മേടിച്ചിട്ടാണ് റൈറ്റിലും ലെഫ്റ്റിലും ഇട്ടേക്കണം. അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് അഴിച്ച് ബാക്കിയത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് പോകുന്നുണ്ട്, ലിങ്ക് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓടിച്ച് നോക്കിയപ്പോൾ കംപ്ലയിൻറ്റ് കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്തെന്നുള്ളൂ. ഓൾറെഡി ഇത് ഇട്ടേക്കണത് എവിടെ ചെയ്താലും മാറ്റിയാണ് ചെയ്തേക്കണത്. കാരണം ഞാൻ ലെഫ്റ്റിലിടേണ്ടത് ലെഫ്റ്റിൽ ഇട്ടിട്ടില്ല, 2 റൈറ്റ് സൈഡിൽ മേടിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡറാണിത്. ഇത് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കുന്നുണ്ട്. ലൈൻഡർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ഫ്രണ്ടിലത്തെ ടയർ പുതിയ ടയർ അടക്കണേ, MRFൻ്റെ ടയറാണ്, വലിയ പഴക്കമായിട്ടില്ല. ഈ ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ്ങിന് ചെറിയൊരു ജർക്കിങ്, അതായത് നമ്മൾ വണ്ടി കറക്കണ വീല് വെച്ചിട്ട് കറക്കണ സമയത്ത് ഒരു കറകറാന്നൊരു സൗണ്ട് വന്നിട്ടുണ്ട്. അത് വീലിൻ്റെ ബെയറിങ് പോയി തുടങ്ങിയാണ്. അത് പോകാനായിട്ടുള്ളൊരു മെയിൻ കാരണം ഈ ഷോക്ക് അബ്സറാണ്. കാരണം ഈ ഷോക്ക് അബ്സർ കറക്റ്റായിട്ടല്ല കൂടുതൽ തെറിപ്പ് കാണിക്കും. അപ്പോൾ അത് അത്രയും ബെയറിങ്ങിന് ലോഡ് വരെയും ചെയ്യും കേട്ടോ. അതിപ്പോൾ നമുക്ക് മാറ്റണമെന്നില്ല, ജസ്റ്റ് നമ്മൾ ഇതിന് കണ്ടപ്പോൾ ആ കംപ്ലയിൻസുകളൊന്നും ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ. പിന്നെ അതുപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് എൻജിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞത്. ചെക്ക് ചെയ്തു, നിലവിൽ വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടില്ല. ചെറിയൊരു ലെവൽ കുറവ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, ഒരല്പം ലെവൽ കുറവുണ്ട്. അപ്പോൾ അത് മാത്രമൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ടോപ്പ് ചെയ്താൽ മതി. പിന്നെ നമുക്കതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. പ്ലഗിൽ ഹെഡിനകത്ത് കുറച്ച് കാർബണിൻ്റെ പ്രശ്നമുണ്ട്, ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം തൽക്കാലം. അപ്പോൾ നിലവിൽ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളാണ് പറഞ്ഞേക്കുന്നത്. അതിനോടനുബന്ധിച്ച് ചെയ്യുന്ന വർക്കുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞ വർക്കുകൾ. അതിനകത്ത് പെടാത്ത 2 വർക്കാണ്, ഒന്ന് ടാങ്ക് ക്ലീനിങ്ങും കാർബറേറ്റർ ക്ലീനിങ്ങും. അത് നമുക്ക് 2ഉം അഡീഷണൽ വന്ന വർക്കുകളാണ്. ജനറൽ സർവീസിൽ കാർബറേറ്ററൊക്കെ നമുക്ക് ചെക്കപ്പ് ട്യൂണിങ് മാത്രമേ ഉള്ളൂ. അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് അതിന് അഡീഷണൽ എമൗണ്ട് വരാം. കാരണം ഏകദേശം നമുക്കൊരു 400-450 രൂപ നമുക്കതിന് ചിലവുണ്ട്. കാർബറേറ്റർ ക്ലീനർ വരും, സ്ലോ ജെറ്റ് ആവശ്യത്തിന് സ്ലോ ജെറ്റ് വരും, അതിൻ്റെ സർവീസ് ചാർജ് വരും. പിന്നെ ടാങ്കിൻ്റെ ടാങ്കും നമുക്ക് പുറത്തുനിന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പെട്രോളിൻ്റെ ടാപ്പ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. കാരണം അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.